ഓക്കെ, ഇന്ന് നമുക്ക് ബേസിക് മാത്സ് പഠിക്കാം. ബേസിക് മാത്സ് എന്ന് പറയുന്നത് നമുക്ക് UPSC CSAT പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ബേസിക് മാത്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ബേസിക് മാത്സിന്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ ഇക്വേഷൻ 1 വേരിയബിൾ 2 വേരിയബിൾ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അത് മാത്രമല്ല, ഈ ബേസിക് മാത്സ് നമുക്ക് മറ്റു പല ടോപ്പിക്കുകളിലും യൂസ് ചെയ്യേണ്ടി വരും. അതായത് ബാക്കി വരുന്ന ടോപ്പിക്സിലൊക്കെ തരും. ഈ ബേസിക് മാത്സ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടി വരും. സോ ബേസിക് മാത്സ് നമുക്ക് ആദ്യമേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ CSATന്റെ ബാക്കി ടോപ്പിക്കൊക്കെ എന്താണ് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് ബേസിക് മാത്സിലേക്ക് പോവാം. ബേസിക് മാത്സ് നമുക്ക് ഇവിടെ വരുന്നത് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് നാലും നമുക്ക് ബേസിക് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പം അഡിഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് ഓൾറെഡി നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അഡിഷനും സബ്സ്ട്രാക്ഷനും വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ വലിയൊരു എന്താണ് നമ്മൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CSAT പേപ്പറിൻ്റെ അകത്ത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ ടൈം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം വീക്ക് ആണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജസ്റ്റ് ഒന്ന് എഴുതുക, ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ പിന്നെ നിങ്ങൾ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഡിവിഷനും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് പുറകിൽ ഞാൻ ഡിവിഷന്റെ പ്രോബ്ലം ചെയ്യാം. ഇനി അതല്ലാതെ നമുക്ക് ബേസിക് മാത്സിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഓക്കെ, ഇക്വേഷൻ 1 വേരിയബിൾ പഠിക്കാനുണ്ട്. ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടാവും, അതായത് ഒരു അൺനോൺ ഉണ്ടാവും. അപ്പം സാധാരണ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ഇക്വേഷന്റെ ഇൻ 1 വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. ഇവിടെ 2 അൺനോൺസ് ഉണ്ടാവും. അപ്പം സാധാരണ നമ്മൾ എക്സും വൈ ആണ് എടുക്കുക. അപ്പം എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് എക്സും വൈയുടെ വാല്യൂ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, മൂന്നാമത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാധാരണ UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് അല്ല, ആദ്യം ചോദിച്ചതായിട്ട് കണ്ടില്ല. അപ്പം എന്നിരുന്നാലും ബേസിക് ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് സാധാരണ UPSC. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. How many zeros are there at the end of the following product? ഓക്കെ, ഇവിടെ വലിയൊരു മൾട്ടിപ്ലിക്കേഷന്റെ സീരീസ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ അതൊരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുന്നതല്ല. ഓക്കെ, അപ്പം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. സോ ഒരു കാരണവശാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. പകരം ഇവിടെ കുറച്ച് എന്ത് അപ്ലൈ ചെയ്യാം, കുറച്ച് മൾട്ടിപ്ലിക്കേഷന്റെ ട്രിക്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ മൾട്ടിപ്ലിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെയും 5നെയാണ്. ഓക്കെ, 2, 5 ഈ രണ്ട് നമ്പേഴ്സും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2, 5 കാരണം നമുക്ക് 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 10 കിട്ടും. അപ്പം ഒരു 0 അവിടെ വരും. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലം വരുമ്പം കുറേ വലിയൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 2ഉം 5ഉം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി വെക്കുക. അത് 0 ആയിരിക്കും. ആ 0 എപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നവരെ ആ 0 അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം എപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 2ഉം 5ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് എഴുതാൻ പറ്റും. അവിടുന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ കഴിയും. ഓക്കെ, സിമ്പിൾ ആ കുറച്ചുകൂടെ. അപ്പോൾ എത്ര 2ഉം 5ഉം നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും സീറോസ് നിങ്ങൾക്ക് അവിടെ മാറ്റി വെക്കാം. ബാക്കി നമ്പേഴ്സിന് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം മൾട്ടിപ്ലിക്കേഷനിൽ ഈ 2നും 5നും വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് നോക്കാം, ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എത്ര സീറോസ് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 10 എന്ന് പറയുന്ന ഒരു 0 കൊണ്ട് നമ്മൾ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ എപ്പോഴും ആ 0 അവിടെ ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ 25നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 250. പിന്നെ ആ 250യുടെ 0 അവിടെ ഉണ്ടാവും. അത് ഒരു കാരണവശാലും എന്തായി പോവുക, വേറെ നമ്പർ ആയിട്ട് മാറിപ്പോവുക. സോ ഇവിടെ നമുക്ക് സീറോസ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് നിലവിൽ എത്ര സീറോ ഉണ്ട് നോക്കാം. 1, 2, 3, 4, ഓക്കെ 5, 6. ഓക്കെ, ഇവിടെ നമുക്ക് 6 സീറോസ് ഓൾറെഡി ഉണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കൗണ്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് എത്ര 2സും 5സും ഉണ്ട് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അതിനു മുമ്പേ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇവിടെ 25 ഉണ്ട് അല്ലെ. 25ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 100 കിട്ടും. 25 × 4 എന്താണ്, 100 ആണ്. സോ ഈ 25ഉം 4ഉം കൂടെ എന്താവും, 100 ആവും. 100 ആവുമ്പോൾ 2 0 വരും. ആ 2 0 അങ്ങോളം എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം 2 സീറോസ് കൂടി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇവിടെ എത്ര 2 ഉണ്ട്, എത്ര 5 ഉണ്ട്. ഓക്കെ, 5. അപ്പം ഒരു 5 ഇവിടെ ഉണ്ട്. 3 × 5 ആണ് 50 അല്ലെ. 3 × 5 15. ഒരു 5 അവിടെ ഉണ്ട്. ഒരു 2 ഇവിടെ ഉണ്ട്. അതേപോലെ 7 × 5 ആണ്. ഓക്കെ, 5 ഒരുപാടുണ്ട് അല്ലെ. അപ്പം ഇവിടെ 10 × 5 ഉണ്ട്. ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി എത്ര 2s ഉണ്ട് നോക്കിയാൽ മതി. ഓക്കെ, എത്ര 2 അവിടെ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇവിടെ നോക്കാം. 5 ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്. 5. ഇനി നമുക്ക് ഇവിടെ ഒരു 2 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു 2 കണ്ടുപിടിക്കാൻ പറ്റും. 2 × 3 ആണ് 60. അപ്പൊ 2 2 ഇവിടെ ഉണ്ട് അല്ലെ. ഒരു 2 ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെ ഉണ്ട്. ഓക്കെ, 2 2 ഉണ്ട്. അതേപോലെ ഇഷ്ടംപോലെ 5 ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിലെ 2 5 നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി, ഇവിടെ ആകെ 2 2 കാണുന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 2 2 ഉണ്ട്, 5 2 ഉണ്ട്. സോ അവിടെ 2 സീറോസ് വരും. സോ ഇതിന്റെ കൂടെ എന്ത് കൂടെ വരും, +2, 2 സീറോസ് കൂടെ വരും, ടോട്ടൽ 10. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഇതിപ്പം ഞാൻ ഈ എക്സാമ്പിൾ തന്നത് ആ ഒരു 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ 5 0 കിട്ടും എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളിപ്പോൾ ഓർത്ത് വെക്കണം. അത് നമുക്ക് കാൽക്കുലേഷനും നമുക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ പ്രോബ്ലം വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പമായിരിക്കും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമ്പിൾ നോക്കാം. 5. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ ഇത് ഒരുമിച്ച് വരുന്ന ഒരു പിന്നെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഓക്കെ, UPSC ചോദിച്ചിട്ടുണ്ട് പ്രോബ്ലം. സാധാരണ PSC SSCയിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പിന്നെ ഏരിയ ആണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ബോർഡ് മാസ് എന്ന് പറയുന്ന സംഭവം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് ചെയ്യുന്നതിന്റെ ഉള്ള ഓർഡർ ആണ് ഈ ബോർഡ് മാസ്. ഓക്കെ, അപ്പം ഈ ബോർഡ് മാസ് ആ പേര് തന്നെ ഉണ്ട്. നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ബി എന്താണ്, ബ്രാക്കറ്റ്. ഓക്കെ, ഓഫ് ബ്രാക്കറ്റ് ഓഫ്. ഡി എന്താണ്, ഡിവിഷൻ. എം മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ അഡിഷൻ. എസ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട രീതി ഇതാണ്. ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തത് ഓഫ് ചെയ്യണം, മൂന്നാമത്തത് ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കുഴപ്പമില്ല, ഏത് ചെയ്താലും പ്രോബ്ലം ഇല്ല, നമുക്ക് ഒരേപോലെ ആൻസർ കിട്ടും. അതേപോലെ ലാസ്റ്റ് ചെയ്യേണ്ടത് അഡിഷൻ സബ്സ്ട്രാക്ഷൻ ആണ്. അത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കുഴപ്പമില്ല, മാറിയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മുടെ റൂൾ പ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ചെയ്യണം അല്ലെ, ബ്രാക്കറ്റ് ചെയ്യണം. സോ ഞാൻ ഈ 2 അതേപോലെ തന്നെ എഴുതി, 2 + 3 × 4 അതേപോലെ എഴുതി, മൈനസ് ബ്രാക്കറ്റ് ചെയ്തു. ബ്രാക്കറ്റ് എന്താണ്, 4/2 ആണ്. 4/2 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 1/5 ഓഫ് 5 എന്ന് പറയുമ്പോൾ 1/5, 5ന്റെ 1/5, 5ന്റെ 1/5 എന്താണ്, ഈസ് 1. അതായത് 1/5 × 5 എന്ന് എഴുതിയാലും മതി. ഓക്കെ, മൈനസ് 3 × 2. ഓക്കെ, അപ്പം ഓഫ് വരുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ മതി. 1/5 ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/5 × 5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യണം എന്താണ്, അപ്പം ബ്രാക്കറ്റും ഓഫും കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യണം അല്ലെ. ഓൾറെഡി ഡിവിഷൻ ഇവിടെ ഇല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 1
ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അത് ആക്ച്വലി ഡിവിഷൻ തന്നെയാണ്. ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അഡിഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പാടില്ല, നേരെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, നോക്കാം. 2 എഴുതി, 3 into 4 എന്താണ്, ഈസ് 12 minus 2 plus 1/5 into 5, 5 5 ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് വരും, 1 വരും, -6. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാം. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലായി ഓർഡറിൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. 2 plus 12 14 ആണ്. 14 minus 2 plus 1 minus 6. ഓക്കെ, equal to 12 plus 1 minus 6 equal to 13 minus 6 equal to 7. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്, 7 ആണ്. ഈ ഓർഡർ മാറിപ്പോയാൽ നമ്മൾ ആൻസർ തെറ്റും. ഓക്കെ, അപ്പം നമ്മൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്യാൻ അറിയണം, ബേസിക് തന്നെയാണ്. അപ്പം ബോർഡ് മാസ് എങ്ങനെയാണ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പം ഇത് ഞാനൊരു എക്സാമ്പിൾ ഇട്ടാണ്. UPSC ഇത് ചോദിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. If $hash means divided by, at means multiplied by, hash means minus, then the value of 10 hash, $5 5 at $1 hash 5. Okay, fine. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മെന്റൽ എബിലിറ്റി കൂടി അപ്ലൈ ചെയ്യണം. ജസ്റ്റ് എഴുതിയാൽ മതി, സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പം 10 എഴുതി, ഹാഷ് എന്താണ്, ഹാഷ് മീൻസ് മൈനസ്. ഓക്കെ, അപ്പൊ ഞാൻ 10 മൈനസ് എഴുതി. ഇനി അടുത്തത് 5 ആണ്. ഓക്കെ, 5. നെക്സ്റ്റ് എന്താണ്, അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ. ഓക്കെ, അപ്പം അറ്റ് മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ, ദെൻ 1 എഴുതി. $hash എന്താണ്, ഈസ് ഡിവൈഡഡ് ബൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പൊ നമ്മുടെ ബോർഡ് മാസ് അപ്ലൈ ചെയ്യാം. ബോർഡ് മാസ് ആദ്യം എന്ത് ചെയ്യണം, അവിടെ ബ്രാക്കറ്റ് ഓഫ് ഇല്ല, പക്ഷെ എന്തുണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട് അല്ലെ. അപ്പം 10 മൈനസ് 1 into 5 എന്താണ്, 5 ആണ്. 5 ഡിവൈഡ് ബൈ 5 ഞാൻ എന്ത് ചെയ്തു, അവിടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ചെയ്തു. 10 ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ മൈനസ് ചെയ്യാൻ പാടില്ല. 5/5 എന്താണ്, 1 ആണ്. സോ ഈക്വൽ ടു എന്ത് വരും, 9. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്, 29. ഓക്കെ, അപ്പം ഡയറക്റ്റ് ആയിട്ടല്ല UPSC ബോർഡ് മാസ് ചോദിച്ചത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ അപ്ലൈ ചെയ്യണം. ബോർഡ് മാസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഇത് ഒക്കെ ഫില്ല് ചെയ്യാൻ അറിയാം, പക്ഷെ ബോർഡ് മാസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇത് പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തത് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. ഓക്കെ, അപ്പം ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ ഈക്വൽ ടു എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇക്വേഷൻ വിളിക്കും. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ പിന്നെ സീക്വൻസിന്റെ അകത്ത് ഒരു ഈക്വൽ ടു എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഇക്വേഷന്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും എന്തുണ്ടാവും, എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ എലമെന്റ്സിന്റെ അകത്ത് ഒരു അൺനോൺ, ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്യുന്നതെന്തോ അത് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വെച്ചാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന് ഏത് വാല്യൂസും വരാം. അപ്പം ഈ ഇക്വേഷൻ 1 വേരിയബിളിന്റെ അകത്ത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാം, നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ അതിന്റെ അകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിന് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലെ പല സിറ്റുവേഷനിലും ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ വരും. അപ്പം അത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയണം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ 3x + 2 = 1 എന്ന് പറയുന്ന ഇക്വേഷൻ, 11 എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടുന്റെ 2 വശത്തേക്കും പോകുമ്പോൾ ഓരോ സിമ്പിളിനും എന്ത് സംഭവിക്കുന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഓക്കെ, അതായത് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഈക്വൽ ടുന്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. അതായത് -2 എന്ന് പറയുന്നത് ഈക്വൽ ടുന്റെ അപ്പുറം പോകുമ്പോൾ എന്ത് സംഭവിക്കും, +2 ആവും. ഓക്കെ, അതേപോലെ പ്ലസ് എന്ത് ചെയ്യും, മൈനസ് എന്ത് ചെയ്യും, പ്ലസ് ആവും.
ഡിവിഷൻ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഡിവിഷൻ ആവും. ഓക്കെ, ന്യൂമറേറ്ററിലാണ് ഒരു നമ്പർ ഇരിക്കുന്നതെങ്കിൽ അത് ഈക്വൽ ടുവിന്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, നേരെ തിരിച്ച് വരുമ്പോൾ അതെന്താവും? അത് ന്യൂമറേറ്ററിലേക്ക് മാറും. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഈക്വൽ ടുവിന്റെ അപ്പുറവും ഇപ്പുറവും പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന നമ്പർ ഡിനോമിനേറ്ററിലാവും, ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന നമ്പർ അവിടെയാവും ന്യൂമറേറ്ററിലാവും. ഓക്കെ, അപ്പം ആ ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. ഇനി നമുക്ക് ഈ പ്രോബ്ലം, ഈ ഒരു 3x + 2 = 11 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ എക്സിനെ മാത്രമായിട്ട് നിർത്താം. ഓക്കെ, അപ്പം ബാക്കി എല്ലാത്തിനെയും എങ്ങോട്ട് കൊണ്ടുപോകാം? ഈക്വൽ ടു അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 3x എന്ന് പറയുന്ന ഒരു ടേമിനെ അവിടെ നിർത്തുന്നു. 3x. ഓക്കെ, ഈ +2നെ ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. സോ നമുക്ക് നമ്മുടെ റൂൾ പ്രകാരം പ്ലസ് എന്താകും? റൈറ്റിൽ എത്തുമ്പോൾ മൈനസ് ആകും. അപ്പം ഈസ് ഈക്വൽ ടു 11 -2. ഓക്കെ, ഈ മൈനസ് +2 ഇവിടെ എത്തുമ്പോൾ എന്താവും? -2. ഓക്കെ, അപ്പം 3x എന്താവും? 3x ഈസ് ഈക്വൽ ടു 9. ഓക്കെ, 9. അപ്പം x എന്താണ്? x എന്താണ്? ഇവിടെ 3 × x ആണ് അല്ലെ? 3 × x ആണ്. മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്താകും? അത് ഡിവിഷൻ ആയിട്ട് മാറും. 3 × x എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ എന്താവും? 9/3 ആവും. ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വൺ വേരിയബിൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, സോ അപ്പം ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 2x ഉണ്ടെങ്കിലും സെയിം x തന്നെയാണ്. അപ്പം ഇത് 2 വേരിയബിൾ അല്ല, 1 വേരിയബിൾ തന്നെയാണ്. 2x ഉണ്ടെങ്കിലും അത് y വരുമ്പോൾ മാത്രമേ അത് 2 വേരിയബിൾ ആകുള്ളൂ. ഓക്കെ, ഇവിടെ x രണ്ട് വശത്തും ഉണ്ടെങ്കിലും അത് സെയിം തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ x ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പം ഈ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നിലിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കാന്നുള്ളതാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സംഭവിക്കും 2x എന്ന് വരും. ഓക്കെ, അടുത്തത് 2 × +5 എന്ന് പറയുമ്പോൾ 2 + 10. ഓക്കെ, ഇനി -7 അതേപോലെ ഉണ്ട്. ഈക്വൽ ടു ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, 3 × x 3 × -2, 3 × x 3x, 3 × -2 -6. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ എന്ത് വന്നു? 2x + 3 ഈസ് ഈക്വൽ ടു 3x - 6. ഇനി നമുക്ക് എക്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. എക്സ് അല്ലാത്ത ടേമിനൊക്കെ വേറെ സൈഡിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യുന്നു? ഈ 2xനെ റൈറ്റിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, 2xനെ റൈറ്റിലോട്ട് കൊണ്ടുപോകും. സോ അവിടെ എന്ത് വരും? ആ +3 അതേപോലെ വന്നു. ഇസ് ഈക്വൽ ടു 3x - 2x. ഓക്കെ, പ്ലസ് ഇവിടെ സിമ്പൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ മീനിങ് പ്ലസ് ആണെന്നാണ്. ഓക്കെ, സിമ്പൽ ഒന്നും ഇല്ലെങ്കിൽ പ്ലസ് ആണെന്നാണ് മീനിങ്. അപ്പം +2x ലെഫ്റ്റിലെത്തുമ്പോൾ എന്താവും? -2x ആവും. ഇവിടെ എന്തുണ്ട്? -6 ഉണ്ട് അല്ലെ? -6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ -6നെ റൈറ്റിലോട്ട് കൊണ്ടുവരാം, സോറി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പം -6 ലെഫ്റ്റ് പോകുമ്പോൾ ഉണ്ടാവും? +6 ആവും. അപ്പം +6 + 3 is equal to 3x - 2x is x, 1x. ഓക്കെ, 6 + 3 എന്താണ്? is 9. അപ്പം x equal to എന്ത് കിട്ടി? 9 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. x/2 - 7 is equal to 7/2. ഓക്കെ, ഇതും ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. x/2 - 7 is equal to 7/2. ഓക്കെ, ഇവിടെ ഞാൻ എക്സിന്റെ ടേം ലെഫ്റ്റിൽ വെക്കുന്നു. x/2
ഈക്വൽ ടു 7/2 റൈറ്റിനുണ്ട്, -7 റൈറ്റിലോട്ട് പോകുന്നു. അപ്പം സംഭവിക്കും +7. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a/b പ്ലസ് c/d. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് വരും ഇസ് ഈക്വൽ ടു a ഇൻറ്റു d ad പ്ലസ് b ഇൻറ്റു c bc divided by b into d bd. ഓക്കെ, ഇത് ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കൊന്നും വേണ്ട, ജസ്റ്റ് അതെങ്ങനെയാണ് പോയെന്ന് നോക്കിയാൽ മതി. ഓക്കെ, എ ഡി ബി സി താഴത്തെ ഡിനോമിനേറ്റർ തമ്മിൽ ബി ഡി. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ 7 എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ബൈ 1 എന്ന് എഴുതാം. 7/1. അപ്പം ഇവിടെ എന്ത് ചെയ്തു, a/b c/d എന്ന് പറഞ്ഞ ഫോമിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 7/2. ഓക്കെ, അപ്പം എങ്ങനെ വരും, 1/2 17 27. ഓക്കെ, അപ്പം 1 into 7 plus 2 into 7 by 1 into 2. Okay, y is equal to എന്ത് വരും, 7 plus 40 by 2. ഓക്കെ, ഇതെന്താണ്, is equal to 21 by 2 എന്ന് വന്നു. ഓക്കെ, ഇതെന്താണ്, x/2 ആണ്. x/2 21 ആണെങ്കിൽ 2 2 ക്യാൻസൽ ചെയ്ത് പോകും. x equal to എന്ത് വരും, x equal to 21 വരും. ഓക്കെ, അപ്പോൾ 21 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യും, ബാക്കി എല്ലാ പിന്നെ ടോപ്പിക്കിനെയും ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 1 വേരിയബിൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ NCERT 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ എടുത്ത് അതിൽ ചെയ്ത് വെച്ച പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കാം. ഓക്കെ, മാത്സ് ഈ ഒരു ഏരിയ പ്രശ്നമുള്ളവർ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഇൻ 2 വേരിയബിളിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇക്വേഷൻ 1 വേരിയബിൾ, പിന്നെ ഈ ഒരുവിധം കോംപ്ലക്സ് പ്രോബ്ലം 3 സിമ്പിൾ ആയിട്ടുള്ളതും 2 കോംപ്ലക്സ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെമിലിയർ അല്ലാത്തവർ, പ്രശ്നമുള്ളവർ എന്തായാലും NCERT പിന്നെ 8ാം ക്ലാസ്സിലെ ഇക്വേഷൻ 1 വേരിയബിൾ ചാപ്റ്റർ എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 2 വേരിയബിളിലേക്ക് പോവാം. അപ്പം ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഈക്വൽ ടു വരും. 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ അവിടെ 2 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, എക്സ് ഒരു വേരിയബിൾ, വൈ രണ്ടാമത്തെ വേരിയബിൾ. ഓക്കെ, ഫൈൻ. അപ്പം ഇവിടെ എന്തുണ്ട്, 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ, ഒരു ഇക്വേഷൻ ഇത്, 2 ഇക്വേഷൻ ഇത്. ഫൈൻ. അപ്പം ഒരു മാത്സിന്റെ ബേസിക് ഇങ്ങനെയാണ്, നമുക്കൊരു വേരിയബിളിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അത്ര ഇക്വേഷൻസ് വേണം. അതായത് ഇക്വേഷൻ 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ മതി. ഓക്കെ, പക്ഷെ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാൻ നമുക്ക് മിനിമം 2 ഇക്വേഷൻ വേണം. അപ്പം 3 വേരിയബിൾ ആകുമ്പോൾ മിനിമം നമുക്ക് 3 ഇക്വേഷൻ വേണം സോൾവ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ കൂടിയേ തീരും. ഒരു ഇക്വേഷൻ വെച്ച് നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ്, ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. x plus y equal to 2, 2x minus 3y is equal to 9. ഓക്കെ, അപ്പം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 2 മെത്തേഡിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തത് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാം. ഓക്കെ, രണ്ടും പഠിച്ചു വെക്കുക. ഏതാണ് നിങ്ങൾക്ക് പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. പക്ഷെ നമുക്ക് ചില ഇക്വേഷൻ എലിമിനേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, സമയം ലാഭിക്കാം. ചില ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടും പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നത് x plus y equal to 2. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒന്നുകിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ.
ഓക്കെ, ഞാനിവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഓക്കെ, നമ്മുടെ ബേസിക് റൂള് പ്ലസ് വൈ, റൈറ്റിലോട്ട് പോയാൽ എന്താവും? മൈനസ് വൈ ആവും. 2 മൈനസ് വൈ, ഇക്വേഷൻ നമ്പർ 3. അപ്പം എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? അത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 1 ആണ് അല്ലെ, ഇക്വേഷൻ 1 ആണ്. ഓക്കെ, അപ്പൊ ആ 1-ലല്ല കൊടുക്കേണ്ടത്, നെക്സ്റ്റ് ഇക്വേഷൻ കൊടുക്കാം ഈ എക്സിന്റെ വാല്യൂ. സോ ഇക്വേഷൻ 3 in 2. 2-ൽ ഞാൻ എന്ത് ചെയ്യാണ്? 3 എന്ന് ഉള്ള എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, 2x മൈനസ് 3y ഈക്വൽ ടു 9 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? 2 ഇൻറ്റു 2 മൈനസ് വൈ. ഓക്കെ, 2 മൈനസ് വൈ മൈനസ് 3y ഈക്വൽ ടു 9 അല്ലെ. 2 ഇൻറ്റു 2 4 ആണ്, മൈനസ് 2y. ഓക്കെ, ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. മൈനസ് 3y ഈക്വൽ ടു 9. ഓക്കെ, മൈനസ് 2y മൈനസ് 3y. ഓക്കെ, ഫൈൻ. എന്ന് വെച്ചാൽ നമ്മൾ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡ് ചെയ്യുമ്പോൾ, അഡിഷൻ വരുമ്പോൾ, ഓക്കെ, അഡിഷൻ വരുമ്പോൾ പ്ലസും പ്ലസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ പ്ലസ് കിട്ടും. പ്ലസ് 3 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 12 ആണ്. മൈനസും മൈനസും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ആഡ് ചെയ്തിട്ട് മൈനസ് വാല്യൂ കൊടുക്കുക. മൈനസ് 2 ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈനസ് 2 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 6ഉം ആഡ് ചെയ്താൽ 8 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് വാല്യൂ. അപ്പോൾ മൈനസും മൈനസ് ആഡ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് വാല്യൂ കൊടുക്കുക. പ്ലസും പ്ലസും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ആ പ്ലസ് വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇനി പ്ലസും മൈനസും വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസും മൈനസും വരുന്ന സിറ്റുവേഷനിൽ വലിയ നമ്പറിന്റെ അകത്തുനിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, എന്നിട്ട് വലിയ നമ്പറിന്റെ സൈഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈനസ് 9 പ്ലസ് 6, മൈനസ് 9 പ്ലസ് 6. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വലിയ നമ്പർ ആയ 9ന്റെ അകത്തുനിന്ന് ചെറിയ നമ്പർ ആയ 6 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 3 കിട്ടും അല്ലെ, 3 കിട്ടും. ഓക്കെ, 3 ഏതാണ്? വലിയ നമ്പർ 9. 9ന്റെ സിമ്പിൾ എന്താണ്? മൈനസ് ആണ്. സോ ഇതെന്തായിരിക്കും ആൻസർ? ആൻസർ ഈസ് മൈനസ്. ഓക്കെ, അപ്പം ആ കാര്യം ഓർത്ത് വെക്കുക. പ്ലസും പ്ലസും ചെയ്യാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക, പ്ലസ് സിമ്പിൾ എടുക്കുക. മൈനസും മൈനസും ചെയ്യാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ രണ്ടും മൈനസ് ചെയ്യുക, പിന്നെ മൈനസ് സിമ്പിൾ എടുക്കുക. പ്ലസും മൈനസും ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, വലിയ നമ്പറിന് സിമ്പിൾ കൊടുക്കുക. ഫൈൻ. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ മൈനസും മൈനസും തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. സോ രണ്ടും ആഡ് ചെയ്തിട്ട് മൈനസ് കൊടുത്താൽ മതി. സോ ഇവിടെ എന്ത് വരും? 4 മൈനസ് 5y is equal to 9 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ 4നെ റൈറ്റിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ സിമ്പിൾ ഒന്നുമില്ല, സോ നമുക്കത് പ്ലസ് ആയിട്ട് കണക്കാക്കണം. സോ റൈറ്റിലോട്ട് പോകുന്നത് മൈനസ് ആവും. അപ്പം മൈനസ് 5y ഈക്വൽ ടു 9 മൈനസ് 4. അപ്പം മൈനസ് 9y എന്ത് വന്നു? ഈക്വൽ ടു 5 വന്നു. y എന്താണ്? y ഈക്വൽ ടു 5 by മൈനസ് 5 is equal to മൈനസ് 1. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1ന്റെ അകത്ത് ഈ വൈയുടെ വാല്യൂ കൊടുത്താൽ മതി. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2, അതാണ് ഇക്വേഷൻ നമ്പർ 1. അതിനകത്ത് വൈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 അല്ലെ, മൈനസ് 1 അല്ലെ, ഇസ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 1 റൈറ്റിലോട്ട് പോകുമ്പോൾ 2 പ്ലസ് 1 ആവും. ഓക്കെ, പ്ലസ് 1 ആവും, ഈക്വൽ ടു 3. ഓക്കെ, അപ്പം എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഒരു ഇക്വേഷന്റെ അകത്ത് നിന്ന് ഒരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂ അടുത്ത ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇതേ പ്രോബ്ലം എലിമിനേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം നോക്കാം. ഇവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം, വൈയുടെ വാല്യൂ ഓർത്ത് വെച്ചോ, മൈനസ് 1, എക്സ് 3 ആണ്. ഓക്കെ, ഫൈൻ. Okay, sharing for Windows.
റെക്കോർഡിംഗ് സ്റ്റിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്യാം അല്ലേ?